എന്തോ പറ്റിയ കിടന്നൊന്ന് ഉറങ്ങാനുണ്ടല്ലോ അങ്ങടെ. എന്തോ പറയാനാന്ന് പറയുന്നത് ഈ കാടിന് നടുക്ക് വന്നപ്പം. എന്തോ ദൈവമേ. ഉറങ്ങാതെ ഇറങ്ങടാ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങടാ എന്ന്. ജയിലെത്തി ജയിലെത്തിയതല്ല. ഇറങ്ങാനോ? കട്ടൻ ചായ കുടിക്കാനായിരിക്കും സാർ. ഒരു വിത്തൗട്ട് കട്ടൻ ചായ കുടിക്കാനല്ല. വണ്ടി കേടായി. അടിപൊളി നല്ല യാത്രയായിരുന്നു. അടിപൊളിയായിട്ട് യാത്ര. വനത്തിലാണ്. വനത്തിൽ വണ്ടി കേടായടാ. ബ്രേക്ക് ഡൗൺ ആയടാ. അയ്യോ ദൈവമേ. ഹലോ. ഓവർ. ഞാൻ പറയുന്നത് കേട്ടാലും കേട്ടില്ലെങ്കിലും കൊള്ളാം. വണ്ടി കേടായി. അകപ്പെട്ട് ഈ വണ്ടി പണിയാനും കൊണ്ട് ഒന്നാമത് എനിക്ക് നാളെ വീട്ടിൽ പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ. വീട്ടിലൊരു വിശേഷം നടക്കും. പെട്ടെന്ന് എനിക്ക് ചെന്നേ പറ്റത്തുള്ളൂ. വിശേഷം? വീട്ടിലെന്ത് വിശേഷം? നാളെ ഭാര്യയുടെ വയറ് കാണല. പാസ് വെച്ചാണോ? അങ്ങനെയുള്ള 2 പാസ്. എനിക്കൂടെ പാസ്. 2 പാസ്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇത് ചടങ്ങാണോ? ഓ അത് ശരി. ഇപ്പൊ എന്ത് ചെയ്യും? പറയണ ഇത് ശരിയാക്കാൻ ആരുണ്ടോ അവിടെ? സാറേ ഇവനറിയാം. ഇപ്പൊ മെക്കാനിക്കല്ലയോ? പറഞ്ഞ പോലെ ഇപ്പൊ വണ്ടിയുടെ ഇഞ്ചൻ ഓടിച്ചില്ലേ അകത്ത് കയറിയത്. നീ വേടാ. നിന്നെയാടാ വിളിച്ചേ. പറഞ്ഞ എന്തൊരു അനുസരണ. ഇങ്ങോട്ട് വേണം നീ. ഇവൻ വരണ്ടേ എന്റെ കൂടെ? ഓ അങ്ങനെ ശരിയാ. ഞാനും രണ്ടുപേരും വാ. നീ കയറി നോക്കടാ. കേറി നോക്കടാ. ഞാൻ ഇവൻ വരണ്ടേ? ചെയ്യാന്ന് പറ. കിടക്കണോടാ. എന്ത് പറ്റി? മൊത്തം പഴുത്ത് ചീഞ്ഞളിഞ്ഞിരിക്കും ആകാം. ആണോ? നീ എന്ത് ചെയ്യും? എന്താ ചെയ്യും? സാറ് കാര്യം ചെയ്യും. ഇതൊന്ന് അഴിക്കാവോ? അഴിക്കല്ല ശരിയാക്കി. ഇങ്ങനെ കെട്ടി വെച്ചാൽ എനിക്കിത് നോക്കണ്ടേ പരിപാടി? ഓടല്ലേ? അഴിക്ക് സാറേ. അഴിച്ചു വേണ്ട. രണ്ടുപേരും ഓടല്ലേടാ. കല്ലവിടെ വെക്കണ്ടേ? അടവെക്കാനാണോ? ഇത് പറ. അവ അടവെക്കാൻ വേണ്ടി ഓടിയതാ. ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു പോയി. കാട് വെക്കണ്ടേ? വേറെ വണ്ടി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അത് പറ. മനുഷ്യനെ പേടിപ്പിക്കാനെ കൊണ്ട്. പെട്ടെന്ന് ജയിലിൽ കൊണ്ടുപോകണം സാറേ. ഞാൻ ജയിലിൽ ചെല്ലുമ്പോ കേട്ടോടാ, ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ. അതെന്തുവാ? അവിടെ പറയാനായിട്ട് നല്ല നടപ്പാന്ന് വീട്ടിൽ വിടുവന്നു. ഞാൻ വീട്ടിൽ ഈ നടപ്പല്ലടാ. നല്ല സ്വഭാവത്തിനാണ്. നല്ല സ്വഭാവം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിന്നെ നേരത്തെ വിടും. അപ്പൊ പന്ന സ്വഭാവം കാണിച്ചാ പോരെ? പന്ന സ്വഭാവം കാണിച്ചാൽ പിന്നെ നമുക്കൊരു കാര്യം നമ്മൾ ചെയ്യണം. നല്ല പോലെ നടക്കുകയെ ചെയ്യരുത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ. ഇല്ല എടാ, 4 നേരത്തിന് ഭക്ഷണം കൂലിയുണ്ട്. പോലീസുകാർ കാവല്. നിർത്തി നോക്കണ ഒന്ന്. സാറേ ബീൽസ് ഉണ്ടോ? ബീൽസ് ഉണ്ടോ? എന്തോ പറയാനാന്ന്. ആഹാ എന്താടാ? ആക്കി വെക്കണോടാ. നോക്കടാ. ഇത്രയൊക്കെ പണി അറിയാഞ്ഞിട്ട് നീ എന്തിനാണ് ഈ മോട്ടിക്ക് ഇറങ്ങി? കൊള്ളത്തില്ല. അങ്ങനെ കൊള്ളത്തില്ലായിരിക്കും. നശിപ്പിക്കണെല്ലാം കൂടെ. അതല്ലെന്ന് വേറെ ഞാൻ ചോദിക്കട്ടെ. 18-19 ഉണ്ടോ? 18-19 ഉണ്ടോ? ഇതിനകത്തില്ലയോ ഉള്ളത്? ആദ്യം ഈ കുന്ത വന്ന് അഴിച്ചു കളയുന്നു നിങ്ങൾ. ഞാൻ പണി ചെയ്യണ്ടേ? ചുമ്മാ ഏതൊരു തടസ്സമായിട്ടുണ്ട്. പിന്നെ അങ്ങനെ പണിയാണോ? അതിൽ ഇത്രയും പണി ഇവൻ അറിയാഞ്ഞിട്ടേ എന്നിട്ട് ഈ മോഷണ കുറ്റത്തിനൊക്കെ ഇറങ്ങിയെന്നുള്ളത്. അതെ. നീ എന്താണ് മോഷിക്കാൻ പോയെന്ന്? എടോ സാറി നോക്കണോ? പോയാ അവിടുന്ന്. ഇരിക്കാൻ സാറിന് ഇരിക്കാൻ. നീ ഇത്രയും പണി അറിയാഞ്ഞിട്ട് നീ എന്തിനാണ് ഈ മോഷണ കുറ്റമൊക്കെ ഇറങ്ങിയത്? ഏതോ അല്ലേ സാറേ, ഞാനൊരു വർക്ക്ഷോപ്പ് പണിക്കാരനായിരുന്നു. ആണോ? ഈ വാഹനം എന്ന് പറയുന്നത് മനുഷ്യ ശരീരം പോലാണ്. ആണോ? ഇത് രണ്ടും എന്താണ്? നമ്മുടെ 2 കണ്ണുകള്. ഇതിന്റെ അടിയിൽ കൂടെ വയറ് പോയിട്ടില്ലയോ? അത് നമ്മുടെ ശരീരത്തിലോടുന്ന ഞരമ്പുകള്. ഈ 4 വീലുകളില്ലേ, നമ്മുടെ ഈ കയ്യും കാലുമാണത്. ഇതിന്റെ ഒരു ഹൃദയമുണ്ട്. സാറിന് ഹൃദയമുണ്ടോ? പിന്നെ എനിക്ക് ഹൃദയമുണ്ട്. ഇല്ല, ഉണ്ടെങ്കിൽ ഞങ്ങളെങ്ങനെ പിടിച്ചോണ്ട് വരത്തില്ലായിരുന്നു. ഹൃദയമുണ്ട്, വണ്ടിക്ക് ഹൃദയമുണ്ട്. അതാണ് എഞ്ചിൻ. ആ ഒരു ഹൃദയ ശസ്ത്രക്രിയ ഞാൻ നടത്തി. ഒരു ഹൃദയം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അതാണ്. അല്ലാതെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഈ വാഹനത്തിനെ ജീപ്പ് ജീപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്റെ ഉള്ളു പെടയുന്നുണ്ട്. വണ്ടിയുടെ ഇഞ്ചൻ മാറ്റി വെച്ചിട്ട് ഒറ്റ ഇടിയാൻ വെച്ചായിരുന്നു. നോക്ക്. പണിയതാ. നിനക്ക് ഈ മോഷണം തന്നെ ആയിരുന്നു അവിടെ? ആർക്കെനിക്കോ?
അല്ല സാർ എനിക്ക് മറ്റേ മണിച്ചയുടെ പരിപാടിയാണ് മണിച്ചേട്ടെന്ത് പരിപാടി? മണിച്ചയുമായിട്ടുള്ള വിഷയമല്ല. മണിച്ചനോ? മണിച്ചെയിൻ അതായത് നമ്മൾ ഒരാളെ ചേർക്കും. അപ്പൊ ആളുടെ നമ്മൾ കുറെ പൈസ വാങ്ങിക്കും. ആ ആള് വേറെ രണ്ടുപേരെ ചേർക്കും. ഉദാഹരണത്തിന് ഞാൻ ആദ്യം സുരേഷിനെ ചേർത്തു. സുരേഷിന്റെ ഭാര്യയെ ചേർത്തു. സുരേഷിന്റെ ഭാര്യ സന്തോഷിനെ ചേർത്തു. എന്നിട്ട് ഈ സുരേഷിന്റെ ഭാര്യയും ഈ സന്തോഷം കൂടെ ഇപ്പൊ കട്ടപ്പന താമസമാണ്. അത് ഞാനാ ഇപ്പൊ ചേർത്തായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. അത് എനിക്ക് മനസ്സിലായില്ല നീ പറയുന്നത് മനസ്സിലായില്ല. അതായത് സാർ ഇപ്പൊ ഒരാളെ വണ്ടിയിൽ നിന്ന് ചോപ്പല്ലേ ഇരിപ്പുണ്ടോ? ഞാനിപ്പോ കാണിക്കാം. നിങ്ങൾ ഈ ഡെമ്മിയൊക്കെ വരയ്ക്കുന്ന അതായത് പിന്നെ ചുമ്മാ നോക്കുവോ? ഇത് ഞാനാ കേട്ടോ. ഞാന് ഇത് സാറ്. ഓക്കെ, നീ ചിട്ടിക്കുണ്ടോ? ഞാനുണ്ട്. അപ്പൊ ഇവനുണ്ട്. അപ്പൊ ഇവൻ ഒരാള്. ഇവന് ഇതിരിക്കാം സാറേ, ഒരു മിനിറ്റ്. ഞാൻ എനിക്കൊരു കണ്ണാടിയോടെ വരയ്ക്കട്ടെ. നിനക്കെന്താ കണ്ണാടി? ഞാൻ ബാക്കി മാനേരല്ലയോ. 2 കണ്ണാടിയെ എനിക്ക് മാത്രമുള്ളേ. ഞാൻ ക്ഷീണിച്ചിരിക്കുവാന്നല്ലോ അതിനകത്ത്. ഷുഗറുണ്ടോ? പിന്നെ അതല്ലേ ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചു. കൂടുതലായിരിക്കും. കൂടുതലാ. അപ്പൊ ഞാൻ സാറിനെ ചേർത്തു. അപ്പൊ സാർ ഒരു 3 പേരെ ചേർക്കും. അപ്പൊ നിനക്ക് എത്ര വേറെ ചെട്ടിക്ക്? 2 പേരൂടെ വേണം. ഭാര്യയും ഞാനുണ്ട്. അവനോട് ചോദിക്കാൻ ഇപ്പൊ ചേർക്കാം. വിനോദോ? അവനെ ആരെങ്കിലും ചേർക്കടാ. വിനോദ് കിട്ടിയ അവസരമില്ലോടാ. വിനോദിനെ കൂടെ ചേർക്കാം. അപ്പൊ വിനോദ് അപ്പൊ സാറിന് ഇനി 3 പേര് മനസ്സിലായ. അപ്പൊ ഇവന് 2 പേരേ ഉള്ളൂ. അപ്പൊ സാറിന്റെ 3-ന് ഒരാളെ അവൻ എടുക്കും. എന്നിട്ട് എന്താ ചോദിച്ചാൽ ഇതിങ്ങനെ പോവല്ലയോ? ഇവിടുന്ന് ഞാൻ ഇങ്ങനെ വെച്ചു, ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വെച്ചു, ഇങ്ങനെ വരച്ച് എവിടെ പോയതാ? കുറച്ച് ആളിനെ കൂടെ പിടിക്കണ്ടേ? മുങ്ങനുള്ള പരിപാടി ഇങ്ങോട്ട്. ഞാൻ കുറച്ച് ആളിനെ കൂടെ പിടിക്കാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം പറയാം. ഈ മോഷണ കുറ്റങ്ങളൊന്നും നടക്കരുത്. നിങ്ങളുടെ കാര്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ആര് പറഞ്ഞു? 10 കുപ്പി വാറ്റിയാരായും 2 പൊതി കഞ്ചാവ് സൂക്ഷിച്ചാൽ ഞാൻ സുരേഷ് അകത്ത് കിടക്കുന്നേ. അങ്ങനല്ല, ഇങ്ങനെ കള്ളന്മാരാകല്ലേ എന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങളിപ്പം വീട്ടിൽ നിന്നില്ലേ വന്നേ? നിന്റെ പൈസ ഇരിപ്പുണ്ടോ? പൈസ ഇവരെ കാണും. എന്റെ 500 രൂപ 500 രൂപ കൊണ്ട് നടക്കും. ഇങ്ങോട്ട് ഞങ്ങൾ അളിയന്റെ വാങ്ങിച്ചാ ജയിലിലോട്ട് വരുവാന്ന് പറഞ്ഞപ്പോ എനിക്ക് വണ്ടിക്കൂലി. ജയിലിൽ ഇപ്പൊ ചെന്നാണ് പൈസ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ 500 രൂപ ഇങ്ങനെ റോഡിൽ കിടക്കുന്നു. നീ അവിടെ നടന്നു വരുന്നു, ഈ പൈസ നിനക്ക് കിട്ടുന്നു. അന്ന് നീ നടന്നു വന്നേ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അങ്ങനെ എടുത്തു ഉടനെ നിന്റെ പോക്കറ്റിൽ കയറ്റരുത്. പിന്നെ അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ്റെ കൊടുക്കണം. അടുത്ത് നിൽക്കുന്ന പോലീസുകാരനാരാ? സാറാ. അപ്പൊ എന്റെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അവകാശം വന്നില്ലെങ്കിൽ ഇതങ്ങ് എഴുതി തള്ളും. ഇപ്പൊ മനസ്സിലായി? ഇത് കൊള്ളാല്ല. കയ്യിലിരുന്ന പൈസ പോയല്ലോ സാറേ. തൊണ്ടയാണ്. എനിക്ക് ഇച്ചിരി വെള്ളം വേണം സാറേ. വെള്ളം ഞങ്ങളെ പോയി വെള്ളം എടുക്കട്ടെ? അത് വേണ്ട. ഇത് കാടാ മക്കളെ, കാടാ. ഈ എടുക്കാൻ സാറേ. സാറ് പോകണ്ട ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോവുന്ന എനിക്കിവിടെ പേടിയൊന്നുമില്ല. ഞാൻ നല്ല കിടുകിടാ വിറപ്പിച്ച അറിയാം. പേടിയൊന്നുമില്ല. എനിക്കൊരു പേടിയില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ മരിച്ചു പോയി ശിവനോട് ചോദിച്ചു നോക്ക്. എന്റെ ധൈര്യം അന്നേരം പറയാൻ പറ്റും. അന്നൊന്നും ചോദിക്കണോ? അല്ല, ശിവ മരിച്ചു പോയെന്നല്ലേ പറഞ്ഞു. അതുകൊണ്ടല്ലേ പോയി ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ പേടിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നെ പണി നോക്കണേ. ഞാൻ എങ്ങനെ ഈ ഫീൽഡിൽ വന്നതെന്ന് നിനക്കറിയാമോ? പരിപാടി കഥയാ. എന്റെ അപ്പൂപ്പനുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഭയങ്കര ഉടായ്പ കക്ഷിയാ. പുള്ളിക്കാരന് പഴുത്ത ഒരു കൈതച്ചക്ക വാങ്ങിച്ചിട്ട് ഗോൾഡൻ പെയിന്റ് പഠിച്ചിട്ട് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അത് കാക്ക കുത്തി അവിടെ ഇരുന്ന് അത് എടുത്തോണ്ട് പോയി അവിടെ അടുത്തൊരു വലിയൊരു പ്രമാണിയുണ്ട്. അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പറയാ, ഇത് ഫ്രാൻസിലെ രാജകുമാരിയുടെ കിരീടമാണ്. കാക്ക കൊത്തിയത് കണ്ടോണ്ട് പറയാ, ഉടനെ പറയാ, ഫ്രാൻസിന്ന് കാക്ക കൊത്തി ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട. അങ്ങനല്ലേ ഞാൻ പിന്നെ ആ ഒരു ഇതിങ്ങനെ കൊണ്ടുപോവാ. ഞങ്ങളുടെ അളിയൻ അങ്ങ് പേണങ്ങൾ എന്തോ കുശുമ്പ ഞാൻ ജയിലിലോട്ട് പോരുന്നതിന് ഭയങ്കര കുശുമ്പ. പുള്ളി ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണിച്ച് കയറി വരാൻ പറഞ്ഞു. പണിക്ക് പോകണ്ടല്ലോ, നല്ല ശമ്പളം ഇല്ലടാ. അല്ല, നമ്മള് ഞങ്ങളുടെ ചുറ്റപ്പനെ കൂടെ എത്ര ദിവസം കൊണ്ട് കിടന്ന് പറയാടാ, എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ബസ്സേ കയറി 2 പോക്കറ്റ് അടിക്കാൻ പറഞ്ഞപ്പോ അങ്ങാർക്ക് പേടി. ഇത് 2 കൂടെ വെക്കുവോ? എടാ, നിനക്ക് എങ്ങനെയാലും ജയിലിൽ വരണോ? പിന്നെ വരണമെങ്കിൽ നീ കഷ്ടപ്പെടണം. അതെയോ? ഞാൻ ഈ ഇഞ്ചൻ അഴിച്ചു മാറ്റിക്കൊണ്ടാ ഇന്ന് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. എന്തോ കിട്ടാനാ വീട്ടിൽ മരം പിടിച്ച് പണിയുണ്ടോ? പണിക്ക് പോകാനേ ഉള്ളൂ, വീട്ടിൽ നിന്ന് പണിക്ക് പോകാനേ ഉള്ളൂ. ആരെയൊക്കെ ഈ പോലീസുകാരുണ്ട്. ഞാനൊരു മോളെ ആന്നോ ഒന്നൊക്കെ കയ്യും കാലും വെച്ചെടുത്തത്. കാട് കറുത്ത കാട്.
അപ്പോ മാനെ ആഹാ. മാൻ പുറകെ വന്നോണ്ട് പറഞ്ഞു അയ്യോ വെള്ളം കുടി വെള്ളം എന്തോ ആക്കി വെച്ചോടാ കുടി 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 പണി നടന്നുകൊണ്ടിരിക്കുക സാറേ. കഴിച്ചോ. ആ ഇടച്ച വെള്ളം കൂടെ. സാറെ കാട്ടാനാ. ഞാനെന്താ കാട്ടാനാ? അല്ലാത്താണ് നീ എന്താ കാട്ടാനാ? നീയോ? നീ എന്ന് വിളിച്ചു? നീ ഞാനിപ്പോ നീ വിളിച്ചു. നീ ഇപ്പൊ വിളിച്ച സാറിന് നീ എന്ന്? നീയല്ലേ നീ എന്ന് വിളിച്ചത്? ഞാൻ അന്ന് വിളിച്ചതെന്ന്. കാട്ടാനാ അതായി പറഞ്ഞത് കാട്ടാനാ. വെടിവെക്ക് സാറേ. വെടിവെച്ചാൻ കൊന്നേര്. വെടിവെച്ച് കൊല്ലു സാറേ. പറയട്ടെ, ഒരു കൊമ്പ് സാറിനും ഒരു കൊമ്പ് അവനും. നിനക്ക് വേണ്ടേ? 3 കൊമ്പുണ്ടോ? അതില്ല. അപ്പൊ എനിക്ക് ആനവാലി മതി. മൃഗങ്ങളങ്ങനെ വെടിവെച്ച് ഒന്നുകൂടാ പോടാ. കേസ് വേറെ വേണം. അതൊന്നും കേസ് വെറുതെ സാറ് വെടിവെച്ച് കൊല്ലാതിനെ അല്ല നമ്മളെ ഒരു കാര്യം ചെയ്യാം. ആന ഓടിക്കാൻ വേണ്ടി ആകാശത്തേക്ക് വേണ്ടി വെടിവെക്കാം. മതി. എവിടെ വെച്ചോ? ആകാശത്തേക്ക് വേണമെങ്കിൽ ഞാൻ വെടിവെക്കാം. തോക്കൊക്കെ കണ്ടോ? മോനെ ആന പോയല്ലോ. ആന പോയി. ഒരു കൊരങ്ങാക്ക് പോയി. ഇത് വന്യമൃഗത്തിനെയാ വെടിവെച്ച് കൊന്നിട്ടേക്കുന്നേ. സാറും അകത്ത് പോകും. മോനെ ഇത് സെക്ഷൻ 27. മോനകത്ത് പോവും. എന്തൊക്കെയാണ് അത്? വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ആക്ട് 39 സാറകത്ത് പോകും. ഒരുമിച്ച് കിടക്കാമല്ലോ. രക്ഷപ്പെട്ടല്ലോ. ഇത് പഴയ കുരങ്ങാ. പഴയ കുരങ്ങ. അങ്ങനൊന്നുമില്ല. പഴയ പുതിയൊന്നുമില്ല. സാർ ഇതിന് അകത്ത് പോകും ഉറപ്പാ. എന്നാലേ ഞാൻ പറയട്ടെ, സംഭവം എന്തോ പറ്റിയതാണെന്നറിയാവോ? പ്രായപൂർത്തിയാകാത്ത ചെറിയ കുരങ്ങനെ ഈ വലിയ കുരങ്ങൻ കയറി പിടിക്കുന്നത് ഞാൻ കണ്ടപ്പോ വെടിവെച്ചിട്ടെ. നിയമം മാറ്റണ്ട. ഞങ്ങൾ നോക്കി നിൽക്കുക. ഇത് മോനെ പ്രശ്നമായി. ഹലോ, ഓവർ. ഞങ്ങളിവിടെ കുടുങ്ങി കിടക്കുക. പെട്ടെന്ന് എവിടെ പൂങ്കാവ് നിൽക്കുവാന്നോ? ഹലോ സാറേ, ഓവർ. പൂങ്കാവ് പോയി. പൂങ്കാവ് ഞങ്ങളുടെ സ്ഥലം. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിലോട്ടൊന്ന് വിളിക്കണം. എനിക്ക് അല്ലെങ്കിൽ ഇപ്പം പറയും. ഇത് പറഞ്ഞ വിഷയം ഉണ്ടാക്കും. ഇപ്പൊ പുറത്ത് വിളിച്ചു പറയും. എനിക്ക് വീട്ടിലോട്ട് വിളിക്കണം. സാറേ, പൂങ്കാവ് രഘുവിന്റെ വീട്ടിലോട്ട് കൊടുക്കാൻ അത്യാവശ്യം കൊടു. ഹലോ ഓവർ. ഹലോ ഓവർ. അനുദേ എവിടെ നിൽക്കുവാ നീ? ഓവർ. കുടുംബശ്രീ എനിക്ക് വന്നോ? പിന്നെ ഞങ്ങളിപ്പം വനത്തിലകപ്പെട്ടിരിക്കുവാടി. ഞങ്ങളെ ജയിലിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ SI ഇവിടെ കൊണ്ടുവന്ന് വണ്ടി തകരാറിലായി. അത് തന്നെയല്ല, പുള്ളി ഇപ്പോൾ ഒരു കുരങ്ങനെ വെടിവെച്ച് കൊന്നു. നിന്നോട് ഞാൻ പറഞ്ഞു വെച്ചാൽ നീ ആരോടും പറയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. എന്തുവാ നിന്റെ പെണ്ണുമ്പളെ മണിയുണ്ടെന്ന് അവിടെ. എന്റെ കുടുംബശ്രീക്ക് ഇത് തട്ടിപ്പറിക്കരുത്. ഇതിപ്പം വിളിച്ചു പറയും. എന്റെ ഭാര്യയുടെ സിന്ധു ഓവർ. ഞാൻ ഓവറല്ല. എടീ അവിടെ ആ ഞായറാഴ്ചക്കാരൻ വെച്ച് കഴിച്ചിട്ട് അവന്റെ 5000 രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും മേടിച്ചോണേ. സാറേ ഹലോ ഓവർ. ഇത് രസമുണ്ട്. നീ കുറച്ചുകൂടെ വിളിക്കാം. പറയണോ? ഫോറസ്റ്റിനോട് ഇത് പറഞ്ഞ് പിടിപ്പിക്കണോ? നീ വിളിക്കണം. വീട് വിളിക്കാം. മറ്റേ എല്ലാരും വിളിക്കണം. വേറെ ആരെ വിളിക്കാലോ? നിങ്ങളെ ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളൊന്ന് ഉപദേശിച്ച് വന്നേ. നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം ഒന്നും കാണിച്ച് ജീവിക്കരുത്. നിങ്ങൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ കാണിക്കും. ഇങ്ങനെ നിങ്ങളുടെ തലമുറ ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് അങ്ങ് പോകും. ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ എന്തെങ്കിലും അധ്വാനിച്ച് ജോലി ചെയ്ത് നിങ്ങൾക്ക് അങ്ങ് ജീവിച്ചൂടെ? സാർ, അതെന്ത് സംഭവം എന്നറിയോ? നമ്മുടെ ശിക്ഷ ശരിയല്ല, നിയമം ശരിയല്ല. അപ്പൊ അത് രണ്ടും ശരിയാകാത്തോടത്തോളം കാലം ഇതിങ്ങനെ പെരുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോടാ. ബന്ധനം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം എന്നു പാരിൽ തന്നെ പാരിൽ എല്ലാം പഠിച്ചോണ്ട് വന്നിരിക്കുക. ഈ കുരങ്ങനെല്ലാം കൂടെ പേപ്പർ ഇരിക്കുന്നേ. ഇതൊന്നും നിങ്ങൾ കണ്ടില്ല? എന്തോ പറ കാട്ടിലായോണ്ടാന്ന് തോന്നുന്നു. എന്റെ കണ്ണ് പിടിക്കുന്നില്ല. വായിച്ചാടാ. എന്തുവാ? എന്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ തന്നെ എന്ന് കുരങ്ങ്. വിശ്വസിക്കത്തില്ല. അകത്തു പോവും. അങ്ങനാണെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് അങ്ങ് പോട്ടെ. അതാ കറക്റ്റ്.